ഇതിൻ്റെ ഭാഗമായി മുഴുവൻ സഖാക്കളെയും ഈ പതാക ഉയർത്തുന്ന ബഹുമാനപ്പെട്ട പതാക ഉയർത്തുകയും തുടർന്ന് പയ്യന്നൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെങ്ങും ഇന്ന് ചെങ്കൊടി ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. പയ്യന്നൂർ ഏരിയയിൽ 2500ഓളം പാർട്ടി മെമ്പർമാരുടെ വീടുകളിലെല്ലാം ഇന്ന് രാവിലെ തന്നെ പതാക ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂരിൻ്റെ 20 കേന്ദ്രങ്ങളിൽ, പിന്നീട് 20ാം കോൺഗ്രസിൻ്റെ ഭാഗമായി 20 കേന്ദ്രങ്ങളിലാണ് ഈ പ്രഭാതത്തിൽ പെരുമ്പ മുതൽ അയോധ്യ വരെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് പതാക ഉയരുന്നത്. എല്ലാ സ്ഥലങ്ങളിലുമാണ് ഈ പതാക ഉയർത്തൽ പരിപാടി നടക്കുന്നത്. പരിപാടി പയ്യന്നൂർ ടൗണിൽ ചരിത്ര സംഭവമാക്കി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ബഹുജന റാലി പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് സഖാവ് വി എസ് പയ്യന്നൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സഖാവ് ടി ഗോവിന്ദൻ നഗറിൽ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ 25 വർഷത്തിന് ശേഷം പയ്യന്നൂരിലേക്ക് വരുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂരിൻ്റെ ഓരോ മനുഷ്യനും ഹൃദയത്തിലേക്ക് ആവേശകരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് എങ്ങും കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഏറ്റവും കടുത്ത വിരോധം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൾ പോലും ഈ സമ്മേളനത്തിൽ അഭിവാദ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ബാനറുകളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉയർത്തുന്ന വളരെ അത്ഭുതകരമായിട്ട് കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സമ്മേളനം ഏറ്റവും വലിയ സംഭവമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളും 10,000 അവസാനം നടക്കുന്ന സമ്മേളനമാണ് കണ്ണൂർ ജില്ലാ സമ്മേളനം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള നേതൃത്വം മുഴുവനും സംഗമിക്കുന്ന ഒന്നായിട്ട് ഈ സമ്മേളനം മാറിത്തീരും എന്നുള്ളതാണ് കാണാനാവുന്നത്. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ റെഡ് വോളണ്ടിയർമാരും പയ്യന്നൂരിൽ 15-ാം തീയതി വൈകുന്നേരം മാർച്ച് ചെയ്യും. കണ്ണൂർ ജില്ലയിലെ ബഹുജനങ്ങൾ ഉൾക്കൊള്ളാൻ കണ്ണൂർ ജില്ലയിലെ ഒരു കേന്ദ്രത്തിനും സാധിക്കില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ 18 ഏരിയകളിൽ 15 ഏരിയകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് ദയവ് ചെയ്ത് സഖാക്കൾ ഈ പ്രകടനത്തിനായിട്ട് വന്നു ചേരരുത് എന്നുള്ള വിനയപൂർവ്വമാണ് അഭ്യർത്ഥനയാണ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. പയ്യന്നൂരും പെരിങ്ങോം മാടായിലെ സഖാക്കൾ മാത്രമാണ് ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സമ്മേളിക്കേണ്ടത് എന്നുള്ളതാണ് പാർട്ടി നൽകിയിട്ടുള്ള നിർദ്ദേശം. പാർട്ടിയുടെ നിർദ്ദേശം എല്ലാം അട്ടിമറിച്ചുകൊണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ജനങ്ങൾ മുഴുവനും ഈ സമ്മേളനം ഉറ്റുനോക്കുന്നതിന് ഇങ്ങോട്ടേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ ബഹുജനങ്ങളെ ആകെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കെ കൃഷ്ണൻ മാസ്റ്ററുടെ, അതുപോലെ അതിനകത്തുള്ള സഖാവ് സുബ്രഹ്മണ്യ ഷാനായിയുടെ, സഖാവ് CP-യുടെ, സഖാവ് P കണ്ണൻ നായർ തുടിച്ചു ധരിക്കുന്ന ചരിത്രവും പാരമ്പര്യവും ഉയർത്തിപ്പിടിക്കുന്ന പ്രദേശവും ജില്ലാ സമ്മേളനം സഖാവ് T ഗോവിന്ദനും എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് അതിലെ പുതിയ രാഷ്ട്രീയ നേതൃത്വം ഈ സമ്മേളനം അവരുടെ എല്ലാം ഓർമ്മകളുടെ കരുത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള സംഭവമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ബഹുജനങ്ങളുടെ ആകെ പിന്തുണയോടുകൂടി ആ സമ്മേളനങ്ങളുടെ ഒരുക്കങ്ങൾ നടത്തി മുന്നോട്ടേക്ക് പോകുന്നു. ജനുവരി 12-ന് ആയിരക്കണക്കിന് മനുഷ്യരുടെ സാന്നിധ്യത്തിൽ ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ടി ഗോവിന്ദൻ നഗറിൽ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ കണ്ണൂർ ജില്ലയുടെ 113 രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്ന് വരുന്ന ദീപശിഖകൾ, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷികളായിട്ടുള്ള അബുവിന്റെയും ചാത്തുക്കുട്ടിയുടെയും സ്മാരക സ്തൂപങ്ങൾ നിൽക്കുന്ന തലശ്ശേരി ജവഹർലാൽ നിന്ന് കൊണ്ടുവരുന്ന കൊടിമരം, കരിവള്ളൂർ രക്തസാക്ഷിത്വത്തിന്റെ മണ്ണിൽ നിന്ന് കൊണ്ടുവരുന്ന തലശ്ശേരിയിൽ കൊണ്ടുവരുന്ന പതാക, കരിവള്ളൂർ രക്തസാക്ഷിത്വത്തിന്റെ മണ്ണിൽ നിന്ന് കൊണ്ടുവരുന്ന കൊടിമരം, അതിൽ ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ തുടക്കം കുറിക്കും. 13, 14, 15 തീയതികളിൽ കണ്ണൂർ ജില്ലയുടെ മുഴുവൻ നേതൃത്വവും കേരളത്തിലെ നേതൃത്വം ഇവിടെ സമ്മേളിക്കും. ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് ഈ പതാക ഉയർത്തൽ പരിപാടിയിൽ ആവേശകരമായിട്ടുള്ള ചടങ്ങിൽ ഇവിടെ സന്നിഹിതരായുണ്ട്. ഈ പതാക ഉയർത്തിയായി നിങ്ങളെല്ലാം സാക്ഷ്യത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.